ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇതുപോലത്തെ സാധാരണ റേഡിയോ, അതായത് എഫ് എം, ഇതിൽ നമുക്ക് കാണാം. ഇതിൽ എഫ് എം ഉണ്ട്, അതേപോലെ തന്നെ MW ഉണ്ട്, SW, FM, TV1, TV2 ഒക്കെ ഉണ്ട്. ഇതുപോലത്തെ ഇതിൽ നമുക്ക് എഫ് എമ്മും മീഡിയം വേവും അല്ലാതെ വർക്ക് ചെയ്യിക്കാൻ വേറെ നമുക്ക് USB ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് നമുക്ക് സോൾഡർ ഒന്നും ചെയ്യാതെ നമുക്ക് വൈഫൈ ആയിട്ട് വൈഫൈ ഒക്കെ നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വീഡിയോസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇതുപോലെ പെൻഡ്രൈവ് കണക്ട് ചെയ്യാം, അതേപോലെ തന്നെ SD കാർഡ് കണക്ട് ചെയ്യാം, അതേപോലെ ഫോണിൽ ജാക്കറ്റ് കണക്ട് ചെയ്യാം. ആ ഒരു വീഡിയോയിൽ അപ്പോൾ നമ്മളെ വീഡിയോക്കും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോസിൽ പോകാം. ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്ത് നമ്മൾ കാറിന് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ള വിധത്തിൽ. അപ്പോൾ കാറിൻ്റെ സോക്കറ്റ്, അതായത് 12 വോൾട്ട് വരുന്ന നമ്മളെ ലൈറ്ററിൻ്റെ സോക്കറ്റ്, 12 വോൾട്ടിൻ്റെ സോക്കറ്റിൽ നിന്നാണ് ഈ ഒരു കണക്ഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല എടുക്കുന്നത്, നമ്മൾ വയർ മുഖാന്തരമാണ് നമ്മൾ ഇതിലേക്കുള്ള സപ്ലൈ കൊടുക്കുന്നത് 12 വോൾട്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് വരുന്നത് അതിൻ്റെ നെഗറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഡിസ്പ്ലേ മുന്നോട്ട് വെച്ചാൽ ലെഫ്റ്റ് ഭാഗത്താണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. അതായത് നമ്മൾ റൈറ്റിൽ വരുന്നത് ഡെമ്മിയാണ്. അപ്പോൾ രണ്ട് സൈഡിൽ വരുന്നതാണ്. അപ്പോൾ നടുക്ക് വരുന്നത് അതിൻ്റെ പോസിറ്റീവാണ്. അത് പോസിറ്റീവ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ലൈറ്ററിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ കുത്തുന്ന സമയത്ത് പ്ലഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കാണാം ഫ്രണ്ടിലായിട്ട് ഒരു ഫ്യൂസും കാണാം. അപ്പോൾ നമ്മുടെ കാറിലേക്ക് വെക്കുന്ന സമയത്ത് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഈ ഒരു എക്യുപ്മെൻറ്റ്സിന് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ കാറിൽ എന്തെങ്കിലും വയറിംഗ് കിറ്റിനും കംപ്ലയിൻറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഫ്യൂസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സൈഡിൽ കാണുന്ന സ്ക്രൂ ഊരിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം കേസ് ഊരിയെടുത്തിട്ട് ആ ഒരു കണക്ഷൻ നമുക്ക് സെൻറ്ററിലേക്ക് വരുന്നത് നമ്മൾ പോസിറ്റീവ് വയറിൽ സോൾഡർ ചെയ്യുക. അതേപോലെ തന്നെ സൈഡ് ഭാഗത്ത് വരുന്നത് അത് നെഗറ്റീവായും ചെയ്യാം. അപ്പോൾ തൽക്കാലം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഇതിൽ ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് FM ഇതുപോലെ പെൻഡ്രൈവും കണക്ട് ചെയ്യാം, അതേപോലെ തന്നെ ഈ SD കാർഡ് കണക്ട് ചെയ്യാം. മാത്രമല്ല അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ ചെറിയ ഈ ഒരു 3 പോർട്ട്. ഈ പോർട്ടിലേക്ക് നമുക്ക് രണ്ട് ഭാഗത്ത് അതേപോലെ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ വയറുണ്ടെങ്കിൽ നമുക്ക് ഫോണിന് ഡയറക്റ്റ് നമുക്ക് സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് എടുക്കാം. അതേപോലെ ഈ ഒരു 3M സോക്കറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് സാധാരണ വയർ വരുന്ന മൈക്കിനെ നമുക്ക് വയർലെസ് മൈക്ക് അയക്കാൻ പറ്റും. അതായത് FM മൈക്ക് പോലെ നമുക്ക് ചെറിയൊരു മൊഡ്യൂൾസ് യൂസ് ചെയ്ത് ഇതിലേക്ക് വർക്ക് ചെയ്യിക്കാം. അപ്പോൾ ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ നീല ടാപ്പ് വെച്ചിട്ട് പോസിറ്റീവാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ലോക്കാക്കി എടുക്കാം. പോസിറ്റീവ് സപ്ലൈ ഈ കാണാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രിങ് ആക്ഷനിൽ നമുക്ക് ആ ഫ്യൂസിൻ്റെ ഇത് മൊത്തത്തിൽ പ്രസ് ചെയ്തിട്ടാണ് നമുക്ക് ലോക്ക് ആവുന്നത്. അപ്പോൾ അങ്ങനെ ആ പ്ലസ് അങ്ങനെയും ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ള വിധത്തിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനുള്ളിൽ ഊരിക്കഴിഞ്ഞാൽ ഈ ഒരു സെൻറ്ററിൽ വരുന്ന പോസിറ്റീവ് വേണമെങ്കിൽ ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ സ്വിച്ച് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ബാറ്ററിയിലേക്ക് 2 വയർ കണക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് 12 വോൾട്ട് സപ്ലൈ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു UPSൻ്റെ ബാറ്ററിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിഥിയം അയൺ ബാറ്ററി 3 യൂസ് ചെയ്ത് സോൾഡർ ചെയ്ത് കഴിഞ്ഞാലും 12 വോൾട്ട് കിട്ടും. അങ്ങനെയും ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അതിലേക്ക് 12 വോൾട്ട് സപ്ലൈ നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ബാറ്ററിയിലേക്ക് കണക്ടറും അതേപോലെ തന്നെ സ്വിച്ചൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്വിച്ച് കണക്ട് ചെയ്ത് സീരീസ് ആയിട്ട് പോസിറ്റീവ് സപ്ലൈക്ക് ഒരു സ്വിച്ച് കണക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് ഓണും ഓഫ് ആക്കാം. അപ്പോൾ ഞാനിത് വീഡിയോ ചെയ്യുന്നതിൽ എങ്ങനെ ഇതിലേക്ക് സപ്ലൈ കൊടുക്കുന്നു എന്നുള്ളതിൽ മാത്രമേ ചെയ്യുന്നു. അപ്പോൾ സ്വിച്ചൊന്നും നമ്മൾ കണക്ട് ചെയ്യില്ല. അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ വയർ സാധാരണ രീതിയിൽ കണക്ട് ചെയ്യുന്നത്, അതായത് ചെറുതായി ചുറ്റിയെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. അപ്പോൾ ഞാനിത് വേറൊരു ഇതിന് യൂസ് ചെയ്തതാണ്. അപ്പോൾ ആ ബാറ്ററി നമ്മൾ മാറ്റി ഒരു ഇതിന് എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിത് സോൾവ് ചെയ്യാത്തത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രൊക്കഡൈൽ പിന്നൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ വേറൊരു ബാറ്ററിക്ക് ചാർജ് ചെയ്യണമെങ്കിലൊക്കെ പെട്ടെന്ന് ഊരി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ചാർജിങ് സർക്യൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് വേറെ ചാർജ് ചെയ്യുന്നതിൽ തന്നെ കുത്തിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 88.2 ഓൾറെഡി നമ്മൾ ഫ്രീക്വൻസി സെറ്റ് ചെയ്യും. ഫ്രീക്വൻസി നമുക്ക് ഇതിൽ തന്നെ മാറ്റാം. അപ്പോൾ ഞാൻ പറഞ്ഞു മുന്നിലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ അതിൽ ഫുള്ളായിട്ട് വിവരിക്കുന്നുണ്ട്. നമ്മളെ CH പ്ലസ് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചാനലിൻ്റെ ഫ്രീക്വൻസി കൂട്ടുകയും ചെയ്യാം. CH മൈനസ് എന്നുള്ളത് ഞെക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ചാനലിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഏതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു റേഡിയോയിലുള്ള ഫ്രീക്വൻസി നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ച് ഇതിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൽ സെറ്റ് ചെയ്ത് റേഡിയോയിലെ അനലോഗാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അനലോഗിൽ ചെയ്യുക. അതിപ്പോൾ ഡിജിറ്റലായിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഏത് ഫ്രീക്വൻസി ആയാലും നമുക്ക് അങ്ങോട്ട് പെയറായി കഴിഞ്ഞിരിക്കും. അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസി കറക്റ്റ് ആയാൽ മതി. ഏതെങ്കിലും ഒരു ഫ്രീക്വൻസി ഇതിലെ ഫ്രീക്വൻസി അതിലെ ഫ്രീക്വൻസി കറക്റ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ കറക്റ്റ് കാണുന്നത്, അപ്പോൾ നമ്മൾ സൂര്യൻ്റെ ഇത് അടിച്ചിട്ടാണ് കറക്റ്റ് നമ്മൾ ഡിസ്പ്ലേയിൽ അടിച്ചിട്ട് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഔട്ട്ഡോറിൽ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻഡോറിലേക്ക് വെച്ചിട്ട് നോക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അവിടെ FM ട്രാൻസ്മിഷൻ മൊഡ്യൂളും അതേപോലെ തന്നെ റിസീവറായിട്ട് യൂസ് ചെയ്യും നമ്മുടെ റേഡിയോ നമ്മളിപ്പോൾ പെയറായി കഴിക്കണം. അപ്പോൾ നമ്മൾ മ്യൂസിക് നമ്മൾ അപ്പോൾ നെക്സ്റ്റ് അതായത് മുകളിൽ കാണുന്ന ഫോർവേഡ് ബാക്ക്വേഡ് കാണാം. അത് നോക്കി കഴിഞ്ഞാൽ മ്യൂസിക് ബാക്കോട്ടും പിറകോട്ടും ഉള്ളത് നമുക്ക് പ്ലേ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചമായത് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇൻഡോറിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തത് 92.1 അപ്പം ജസ്റ്റ് ഒന്ന് ആ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഫ്രീക്വൻസിയിൽ സെറ്റാവുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ 88.2 നമ്മൾ സെറ്റ് ചെയ്തത്, അപ്പോൾ അതിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 92. അപ്പോൾ നിങ്ങളുടെ റേഡിയോത്തിൽ ഏത് ഫ്രീക്വൻസി ആയിക്കോട്ടെ, അപ്പോൾ ആ റേഡിയോ ഒരു ഫ്രീക്വൻസി സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പോൾ റേഡിയോയുടെ ഫ്രീക്വൻസി നിങ്ങൾക്ക് ഈ ഒരു ബാൻഡ് പൊട്ടിപ്പോയതൊക്കെ കാണും. അപ്പോൾ ആ ഒരു ഓൾറെഡി ആ ഒരു ഫ്രീക്വൻസിയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ റേഡിയോ നമുക്ക് പിന്നെ വേറെ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലെ CHഉം C- ഞെക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ഇത് വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉപകാരപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു ഡിവൈസ് നമുക്ക് ഞാൻ ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി കുറേ മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് കാറിലൊക്കെ വെച്ച് വീഡിയോ ചെയ്തിരുന്നു, കുറേ വർഷം മുമ്പുള്ളത്. അപ്പോൾ ഡിസ്പ്ലേക്കൊക്കെ ഒരു മങ്ങൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ നമ്പർ ഒന്ന് കണ്ടു കിട്ടിയാൽ മതി. അപ്പോൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ ഓട്ടോമാറ്റിക് നമുക്കിത് മെമ്മറി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സെറ്റിങ്സ് ഒന്നും മാറില്ല ഇപ്പം ബാറ്ററിയൊക്കെ മാറ്റി കഴിഞ്ഞാലും. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഫ്രീക്വൻസിയുടെ എത്ര കിട്ടും എന്നറിയാൻ വേണ്ടി ഞാനൊന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു 10 മീറ്റർ 15 മീറ്റർ അകലെ നമ്മൾ റേഡിയോ കൊണ്ടുവച്ചു നമ്മുടെ ഈ ഒരു ഫ്രീക്വൻസി നമ്മൾ എത്ര കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്, ഈ റേഞ്ച് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു പരീക്ഷണം ഇവിടെ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ നിലയത്തിന് സംപ്രേഷണം ചെയ്യുന്ന വോയിസാണ് നിങ്ങളിവിടെ കേൾക്കുന്നത്. അത് നമ്മൾ അതേ ഫ്രീക്വൻസി നമ്മുടെ ഈ ഒരു ട്രാൻസ്മിറ്ററിൻ്റെ ഇതിലും സെറ്റ് ചെയ്ത സമയത്ത് നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ MP3 പ്ലെയറാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു കണക്ഷൻ ഒഴിവാക്കുന്ന സമയത്ത് നിലയത്തിൽ നിന്നുള്ള വോയിസാണ് വരുന്നത്. അപ്പം ഫ്രണ്ട്സ്, വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ കാണാം. ഓക്കെ, ബൈ, സീ യു.